മോർണിംഗ്. എൻ്റെ പേര് നിരീഷ് എന്നാണ്, സ്ഥലം തില്ലങ്കേരിയാണ്. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പേ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തിയല്ല. എനിക്ക് അവസരം തന്നത് നമ്മുടെ വേൾഡ് വൈഡ് ടീം കോർഡിനേറ്റർ ശ്രീജിത്ത് കണ്ണൂരിൻ്റെ അഭിനേഷ് ശ്രീനിവാസ് സാറാണ്. അദ്ദേഹത്തിന് നമ്മുടെ തീരുമാനമെടുക്കാൻ സഹായിച്ച ഈ സമയത്ത് നന്ദി അറിയിക്കുകയാണ്. അതായത് കേട്ട ഉടനെ ഏറ്റെടുത്ത വ്യക്തിയല്ല. ഓട്ടോറിക്ഷ എടുത്ത് രാവിലെ വീട്ടിൽ നിന്ന് ഒരു 8 മണി 7:30 മണി 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് ഇറങ്ങും. രാത്രി 9 മണി 10 മണിയാണ് തിരിച്ചെത്താൻ. അതുകൊണ്ട് തന്നെ സമയമില്ല എന്ന് പറഞ്ഞ് മാറുന്ന വ്യക്തിയായിരുന്നു. ഇപ്പൊ നമ്മുടെ ഗ്രേറ്റ് ലീഡർ നാഷണൽ ടീം കോർഡിനേറ്റർ സൽത മേഡം ഒരു ദിവസം എന്നെ കാണാൻ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളതാണ്. മേഡത്തോട് ഞാൻ പറഞ്ഞു സമയമില്ല എന്ന് പറഞ്ഞു. സമയമില്ല എന്ന് പറഞ്ഞ സമയത്ത് മേഡം എന്നോട് ചോദിച്ചു എത്ര വർഷമായി പണിയെടുത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 18 വർഷം. എന്തുണ്ട് ബാങ്ക് ബാലൻസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, തില്ലങ്കേരി ഗ്രാമീൺ ബാങ്കിൽ വീട് വെച്ച ഒരു 4 ലക്ഷം രൂപ കടാനുണ്ടെന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം മക്കളില്ലേ എന്നാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ആളുണ്ട്. അവരെ ഭാവിയിൽ പഠിപ്പിച്ചെങ്കിൽ ആക്കണമെന്നതിൽ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏതൊരച്ഛൻ്റെ അമ്മേൻ്റെ ആഗ്രഹമായിരിക്കുമല്ലോ നമ്മുടെ മക്കളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ എത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു +2 വരെ പഠിപ്പിക്കാൻ എനിക്ക് വലിയ ചെലവൊന്നും വരില്ല, ജീവിച്ചു പോകുന്ന കൂട്ടത്തിൽ അതങ്ങോട്ട് നടക്കും. പക്ഷെ +2 കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ ഒന്ന് പുറമെ അന്വേഷിച്ചു ഒരു എഞ്ചിനീയറിംഗ് പഠിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ 10-15 ലക്ഷം രൂപ വേണ്ടി വരും. MBBS ഒക്കെ എടുക്കണമെന്ന് കുട്ടികൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചുരുങ്ങിയത് 50 ലക്ഷമൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു ഒരു മാസം എല്ലാ ചെലവും കഴിച്ച് എത്ര പൈസ നീക്കിയിരിപ്പുണ്ട്, ഒരു 10,000 രൂപ നീക്കിയിരിപ്പുണ്ടോ? 10,000 രൂപ നീക്കിയിരിപ്പുണ്ടെങ്കിൽ അത് ഒരു വർഷം വെച്ച് കഴിഞ്ഞാൽ 1,20,000 രൂപ ഉണ്ടായിരിക്കും. അത് 10 വർഷം വെക്കുകയാണെങ്കിൽ 12 ലക്ഷം രൂപ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് എത്ര കാലം ഈ ഓട്ടോ മേഖലയിൽ പണിയെടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ചോദിച്ചു. എന്നോട് ഇന്നുവരെ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ മേഡത്തിന്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പൊ ആ സമയത്ത് എന്നോട് പറഞ്ഞു ആദ്യമായിട്ട് നിങ്ങളല്ല ഈ മേഖല എടുത്തവര്, നിങ്ങളെ മുമ്പേ കുറെ ആൾ ഇതെടുത്തിട്ട് പോയിട്ടുണ്ട്, അവരെ ജീവിതം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും പറഞ്ഞു. ആ സമയത്ത് എനിക്ക് കാണാൻ കഴിയും ഒരു 60-65 വയസ്സ് വരെ ഓരോരുത്തർ ആ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നത്. അത് കഴിയുമ്പോൾ വീട്ടിലിരിക്കുന്നതാണ്. അതായത് നടുവിന് പ്രശ്നം, കണ്ണിന് പ്രശ്നത്തിന്റെ പേരും പറഞ്ഞ് വീട്ടിലിരിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ എനിക്കും അതാണ് കിട്ടുവാന്നുള്ളത് പറഞ്ഞു തന്നു. അപ്പോൾ ഒരു കാര്യം ബോധ്യമായി, എടുക്കുന്ന മേഖല തന്നെ തുടർന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ മക്കളെ മുമ്പിൽ പരാജയപ്പെടുന്ന ഒരു ഉത്തമ ബോധ്യം മനസ്സിലാക്കി തന്നപ്പോഴാണ് ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തത്. ആദ്യമായി 10,000 രൂപയുടെ മൊബൈൽ ഫോൺ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, 10ാം ക്ലാസ് ഫെയിലാണ്, ഇംഗ്ലീഷൊന്നും അറിയില്ല. പക്ഷെ 43,000 രൂപ വരുന്ന ലാപ്ടോപ്പ് ഈ കൈ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 10 ലക്ഷം രൂപയുടെ വില വരുന്ന ടാറ്റയുടെ അൾട്രോസ് എന്ന കാർ 2.5 വർഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. സംഭവമില്ല. പക്ഷെ ആ വണ്ടി 84,000 കിലോമീറ്റർ ഓടി. മൈലേജ് മാർക്കറ്റിംഗ് മാത്രം